കൃപാസന വരപ്രസാദ മാതാവിനും ഈശ്വനാഥനും കോടാനുകോടി നന്ദി സമർപ്പിക്കുന്നു. എൻ്റെ പേര് ജോജി. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. സെയിൽസ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ മാതാവിൻ്റെ പുണ്യസന്നിധിയിലായിരിക്കുന്നത് 4 നിയോഗങ്ങൾക്ക് മാതാവ് അനുഗ്രഹിച്ചു തന്നതിനോർത്ത് നന്ദി പറയുവാനും സാക്ഷ്യപ്പെടുത്തുവാനുമാണ്. ഞാൻ SSLC പരീക്ഷ എഴുതിയ കാലം മുതലേ എൻ്റെ SSLC ബുക്കിലെ പേരും ഇനീഷ്യലും അതുപോലെ തന്നെ പിന്നീട് വന്ന ഡോക്യുമെൻറ്റുകളുടെ പേരും ഇനീഷ്യലൊക്കെ വളരെ ചേഞ്ചുള്ളതായിരുന്നു. ഒക്കെ മാച്ച് ചെയ്ത് പോകുന്നതായിരുന്നില്ല, ഡിഫറെൻ്റ് ആയിരുന്നു. വളരെ വേദനയോടുകൂടി കഴിഞ്ഞിരുന്നൊരു കാലഘട്ടമായിരുന്നു. കാരണം പല സർട്ടിഫിക്കറ്റുകളും പേരുകളും ഇനീഷ്യലും വേറെ വേറെ കിടന്നിരുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതെനിക്കൊന്നും അറിയില്ല. ഞാനത് കറക്റ്റ് ചെയ്യാനായിട്ട് പല ഓഫീസുകളിലും ഗവൺമെൻറ് സെക്ടറുകളിലും പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ അവർ റിജക്ഷൻ മെൻറ്റാലിറ്റി ആയിരുന്നു. ഓരോ കാലഘട്ടത്തിൽ ഞാനതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരാഴ്ച 2 ആഴ്ച 1 മാസത്തുമ്പോഴേക്കും തളർന്നുണ്ടാവും, അതവിടെ ഇടും. അങ്ങനെ നീണ്ട 20 വർഷം ഞാൻ കാത്തിരുന്നു അതിൻ്റെ ഒരു കറക്ഷന് വേണ്ടിയിട്ട്. 20 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു പരിചയത്തിലുള്ള ആളാണ് പറഞ്ഞത്, കൃപാസനത്തിൽ നീ ഒന്ന് മാതാവിനോട് പറയുക കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, കാരണം ഒത്തിരിയേറെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ, ധ്യാനങ്ങൾക്ക് പോകാറുണ്ടായിരുന്ന പല സ്ഥലങ്ങളിലും. പക്ഷെ ഇവിടെ വന്നപ്പോൾ മാതാവ് നമ്മുടെ കൂടെ നടക്കുന്ന മാതാവാണ്. സഞ്ചാരി മാതാവെന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷം. കാരണം ഇൻഡിവിജ്വൽ പേഴ്സൺസിൻ്റെ ഒപ്പം അവൻ വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്, നല്ല വ്യക്തിയായാലും പൊട്ട വ്യക്തിയായാലും ആ വ്യക്തിയുടെ കൂടെ എൻ്റെ മകനെ എൻ്റെ മകളെ എന്ന് പറഞ്ഞ് കൂടെ നടക്കുന്ന ഒരു അമ്മയാണ് ഇവിടെയുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ആ ഒരു തിരിച്ചറിവ് എന്നെ വലിയൊരു ആശ്വാസത്തിലേക്ക് നയിച്ചു. ഞാൻ ഉടമ്പടി എടുത്തു, നിയോഗങ്ങൾ വെച്ചു. 2019 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. 20 വർഷത്തോളം എൻ്റെ പേര് കറക്ഷന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യം ചെയ്തത് വൈഫിനോട് പറഞ്ഞാൽ നമുക്ക് ഈ പേരിൻ്റെ വേണ്ടിയിട്ടൊന്ന് പരിശ്രമിക്കണം എത്രയും വേഗം, കാരണം സഞ്ചാരി മാതാവാണ്, കൂടെ വരും, നമ്മളതിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉടമ്പടിയിൽ നമ്മൾ നിയോഗം വെച്ച് കിട്ടുമ്പോൾ ഉപ്പ് കിട്ടും, തേൻ കിട്ടും. അപ്പോൾ ഞങ്ങൾ നിത്യവും പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം അനുഭവിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതും. എവിടെ പോകുമ്പോഴും ഈ ഉടമ്പടി ഉപ്പ് ഞങ്ങൾ വിതറാറുണ്ട്. അങ്ങനെ ഞാൻ വില്ലേജ് ഓഫീസിൽ ആദ്യമായിട്ട് ഈ കാര്യത്തിന് വേണ്ടി കടന്നു ചെന്നപ്പോൾ പോസിറ്റീവായിട്ട് എനർജിയോട് കൂടിയിട്ടാണ് അവിടുത്തെ ഓഫീസർ സംസാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് സാധിക്കുമെന്ന് തന്നെയാണ് തോന്നണേന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ സാധിക്കുമെന്ന് തോന്നുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഇന്ന പേപ്പറുകൾ വേഗം കൊണ്ടുവന്നാൽ ശരിയാക്കാം. ആ പേപ്പറുകളൊക്കെ ഞങ്ങൾ ഓൾറെഡി റെഡിയാണ്, കൊടുത്താൽ കിട്ടും. പക്ഷേ ഇതൊക്കെ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞേക്കണേ, ഇത് പറ്റില്ല, അത് കൊണ്ടായോ, ഈ പേപ്പർ പറ്റില്ല, ഈ പേപ്പറിൽ ഇന്നത് വേണം, അപ്പൻ്റെ ഇന്ന ഡീറ്റെയിൽസ് വേണം. പക്ഷേ ഇതൊന്നും ഒരു റിജക്ഷനും ഇല്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് ഓൾറെഡി ഇറ്റ് ഈസ് ദെയർ ഇൻ അവർ ഹോം, ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഇൻ അവർ ഹാൻഡ് ബേസിക്കലി. അപ്പം അത് ഞങ്ങൾ കൊടുത്താൽ മതി, കിട്ടും. പക്ഷേ ഇത് കൊടുത്തിരുന്ന കാലഘട്ടത്തിൽ റിജക്ഷൻ ആയിരുന്നു. പക്ഷേ മാതാവ് കൂടെ വന്നപ്പോൾ എന്തായി, വാതിലുകൾ തുറന്നു. ഞങ്ങൾ ഓഫീസിൽ പോയി ഇപ്പോൾ ചെയ്തതായും തന്നെ പ്രാർത്ഥിക്കാൻ, ഇവിടുന്ന് കിട്ടിയ സാക്ഷ്യത്തിൻ്റെ വലിയ അനുഭവമാട്ടോ. നിങ്ങൾ സാക്ഷ്യം കാണണം, കൂടണം. അത് വലിയൊരു പ്രചോദനമാണ്, നമ്മളെ ബൂസ്റ്റ് ചെയ്യും, പ്രയറിനൊക്കെ ബൂസ്റ്റ് ചെയ്യും. അപ്പം നമ്മുടെ പ്രയറിനെ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ പ്രയർ മാത്രമല്ല, നമ്മുടെ പ്രയർ മാത്രമല്ല, ഇവിടുത്തെ ഉടമ്പടി സാക്ഷ്യങ്ങൾ നിങ്ങൾ കൂടണം, അനുഭവിക്കണം. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പോയപ്പോൾ ഓഫീസിൽ ഉടമ്പടി ഉപ്പ് അവർ കാണാതെ ഒരു നുള്ളിൽ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു, പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടു. ഉടമ്പടി തൈലം കയ്യിലുണ്ടായിരുന്നു, കയ്യിൽ നെറ്റിമ തേച്ചിട്ടുണ്ടായിരുന്നു, നെറ്റിമ എടുത്തിട്ട് ടേബിളിൽ തേച്ചു. അപ്പോൾ ഇതൊക്കെ വിശ്വാസപ്രമാണം മനസ്സിൽ ചൊല്ലിക്കൊണ്ടാ ചെയ്യണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ഉടമ്പടി തൈലത്തിന് എന്തൊരു പവറുണ്ട്. പവറല്ല, നമ്മൾ വിശ്വസിക്കുന്ന അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. ആ അമ്മേനെ നമ്മൾ മനസ്സിൽ കണ്ട് ചെയ്യുമ്പോൾ അമ്മയാണ് അവിടെ പ്രവർത്തിക്കുന്നത്, നമ്മളല്ല പ്രവർത്തിക്കുന്നത്. ഉടമ്പടി ഉപ്പല്ല പ്രവർത്തിക്കുന്നത്, അവിടെ പ്രവർത്തിക്കുന്ന അമ്മയുടെ സാന്നിധ്യം. ഞാൻ കൊടുത്തു പോന്നു. 1 മാസമൊക്കെ വിചാരിച്ചു. 15 ദിവസം കൊണ്ട് എൻ്റെ ഇനീഷ്യൽ കറക്റ്റ് ചെയ്തു. എന്നിട്ട് ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അമ്മ അത്രമാത്രം ഇടപെട്ടൊരു സംഭവമായിരുന്നത്. അതിനുശേഷം ഞാൻ ആ ഒരു നിയോഗം ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 20 വർഷം കൊണ്ട് നടക്കാത്ത കാര്യം സഞ്ചാരി മാതാവ് തന്നെയാണ്. അമ്മ കൂടെ വന്ന് വിത്തിൻ 15 days ഇറ്റ് ഹാസ് ഡൺ. അപ്പോൾ അതതിന് ക്ലിയറായി കിട്ടി. രണ്ടാമത്തെ നിയോഗം എന്ന് പറയാനുള്ളത്, ഞങ്ങൾ കോവിഡ് കാലത്ത് കട തുടങ്ങി നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കട ഡിമ്മായി. കാരണം വെച്ച് കഴിഞ്ഞാൽ സെയിലുകൾ കുറഞ്ഞു, പലയിടത്തും പല രീതിയിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങി, ഓഫറുകൾ വന്നു, വലിയ സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാതെ. അങ്ങനെ വന്ന സമയത്ത് അത് അടയ്ക്കണം നിലപാടിലായി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ 10-15 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ കുറേയൊക്കെ റിമൂവ് ചെയ്തു. പിന്നെ എല്ലാം റിമൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയധികം നമുക്ക് വീട്ടിൽ അറേഞ്ച് ചെയ്തിടാൻ പറ്റുന്ന സ്ഥലങ്ങളും ഇല്ല. പിന്നെ വീണ്ടും ഒരു റെൻറ്റിന് സ്ഥലം എടുത്ത് അതിനെ അക്കോമഡേറ്റ് ചെയ്യാമെന്നാണ്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് തൽക്കാലം അടച്ചിടാൻ കുറച്ച് നാൾ, എന്നിട്ട് വീണ്ടും തുറക്കാമെന്ന് വെച്ചപ്പോൾ ബിൽഡിംഗ് ഓണേഴ്സ് ദേ ആർ നോട്ട് അലവിങ് ടു ഡു ദാറ്റ്. അവർ കീപ്പ് ഓൺ അതങ്ങനെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്ന പോലെ. അപ്പോഴേക്കും ഞാൻ ജോലി വേറെ നോക്കണം, കാരണം വരുമാനം അവിടെ ബ്ലോക്കായി, ഞാൻ വേറെ ജോലിക്ക് പോകണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കുക. ഉടമ്പടിയിലാണ് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, കടയുടെ കാര്യം ശരിയാക്കി തരണം നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു 4-5 മാസം അടഞ്ഞു കിടന്നു. പക്ഷേ വഴിയിൽ വെച്ചും ഫോൺ വിളിയോട് കൂടിയിട്ട് ഈ ബിൽഡിംഗ് ഓണേഴ്സ് എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഡിസ്റ്റർബൻസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരിടയ്ക്ക് ഞാനും വൈഫും
പോയിട്ട് ഒരു ദിവസം പോയി ഞാൻ കട തുറന്നിട്ട് വെറുതെ പ്രാർത്ഥിച്ചു. അമ്മോട് പറഞ്ഞു, അമ്മ എന്നെ ഈ കട ഏൽപ്പിക്കുക, ഇത് ഞങ്ങളുടെ കടയാണ്, പക്ഷെ ഇപ്പം ഇന്ന് ഞങ്ങളുടെ കടയല്ല, ഇതിൽ ആർക്ക് വേണമെങ്കിൽ അവകാശം സ്ഥാപിക്കാം, പക്ഷെ അമ്മ നിൻ്റെ അവകാശത്തിൽ നിൻ്റെ അധികാരത്തിൽ ഇതിൻ്റെ ഒരു തീർപ്പുണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉപ്പ് വിതറി വെഞ്ചരിച്ച തൈലം, ഉടമ്പടി തൈലം തേച്ച് ഞങ്ങൾ 4 ഇതിൽ ഉപ്പ് വിതറി പ്രാർത്ഥിച്ച് പോന്നു. ഒരാഴ്ച കഷ്ടി 6ാമത്തെ ദിവസം ഒരു ഷട്ടർ ഇട്ടിട്ട് അവർ ലോക്ക് ഇട്ടിട്ട് പറഞ്ഞു, ഞങ്ങളത് അടച്ച് നിങ്ങൾക്ക് ഇനി തുറക്കാൻ പറ്റില്ല, നിങ്ങൾ യു ഹാവ് ടു ക്ലിയർ ഓൾ ദ റെൻ്റ് എന്ന് പറഞ്ഞു, പെൻഡിങ് റെൻറ്റ്. അപ്പോൾ ഞങ്ങൾ വേദനിച്ച് വിഷമിച്ച് നടക്കുക. അങ്ങനെ 4ാമത്തെ മാസമായി. 5ാമത്തെ മാസം സമയമാകുമ്പോഴേക്കും അവരുടെ ഫോൺ വിളി കൂടിയാണ്, 5 മാസമൊക്കെ അടച്ചെടുക്കാം. ശരിയാണ്, അവരുടെ ബിൽഡിങ്ങിന് അവർക്ക് വേറെ റെൻറ്റിന് കൊടുക്കാം, ഒപ്പം തന്നെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് അവിടെ കിടക്കണം, അത് റിമൂവ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമത്തിൽ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഞങ്ങളത് റീഓപ്പൺ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് നടക്കാത്ത പോലെ കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ മനസ്സിൽ ഡേറ്റ് കണ്ടു, നവംബർ 30-ാം തീയതി അവരോട് പറയാം, മനസ്സിൽ കണ്ടു. മാതാവിനോട് ഞങ്ങൾ പറഞ്ഞു, മാതാവ് നവംബർ 15-ാം തീയതി ഇതിനൊരു ഉത്തരം തരണം എന്ന് പറഞ്ഞു. നവംബർ 15-ാം തീയതി ഉത്തരം തരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നവംബർ 14-ാം തീയതി മക്കളെയും കൊണ്ട് വൈഫ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇവർ വഴിയിൽ തടഞ്ഞു നിർത്തി. ഒരു റൂഡായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ സംസാരിച്ച സമയത്ത് വൈഫിനെ മനസ്സിൽ പെട്ടെന്ന് മാതാവിനോട് പറഞ്ഞു, വൈഫ് പറഞ്ഞു, മാതാവ് ഇവർക്കൊരു ഉത്തരം ഇപ്പോൾ കൊടുക്കാൻ പറ്റണം, ഇനി ഒരു ഡേറ്റ് പറയാനല്ല, ഇപ്പോൾ ഇവരോട് പറയാൻ മാതാവ് അനുവദിക്കണം, മാതാവാണ് ഇപ്പോൾ സംസാരിക്കേണ്ടത്. അപ്പോൾ തന്നെ മാതാവ് പറഞ്ഞു, നീ അവരോട് പറയേ, അഡ്വാൻസ് അവിടെ കിടക്കുന്നുണ്ട് 50,000. അതുപോലെ തന്നെ ഒരു 3 ലക്ഷം രൂപയുടെ ഫർണിച്ചറുണ്ട്, അവർക്ക് ആവശ്യമുള്ളത് റെൻറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് ബാക്കി തിരിച്ചേരാൻ പറയാൻ പറഞ്ഞു. വൈഫ് അപ്പം തന്നെ ഒരു വിഷമവും കിടക്കുക, കാരണം മാതാവ് ഉള്ളിൽ നിൽക്കുക, എന്താ പറയുക, സ്റ്റേഡിയായിട്ട് പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ട്, 50,000 അഡ്വാൻസ് അവിടെ എടുക്കുന്നുണ്ട്, ഞങ്ങളുടെ 3.5 ലക്ഷം രൂപയുടെ ഫർണിച്ചറുണ്ട്, നിങ്ങൾക്ക് റെൻറ്റ് കഴിഞ്ഞിട്ട് ബാക്കി അത്രയും ഞങ്ങൾക്ക് തരാൻ പറഞ്ഞു. എന്ന് തന്നെ കൺക്ലൂഡ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പോകുന്നു. അവരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു, കാരണം അന്നത്തെ ദിവസം ഒരു ഫോൺ വിളിയിൽ ഒന്നുമില്ല. പിറ്റേ ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം അവർ ലിസ്റ്റ് ഇട്ടു ഞങ്ങൾക്ക്, 2-ാമത്തെ ദിവസം സെക്കൻഡ് ഡേ അവർ ലിസ്റ്റ് ഇട്ടു. അതായത് 14-ാം തീയതി ഞങ്ങൾക്ക് ഇതിൻ്റെ കൺക്ലൂഷൻ കിട്ടുന്നു, മാതാവ് ഇടപെടുന്നു. 15-ാം തീയതി ഡേറ്റ് പറഞ്ഞിരുന്നത്, 14-ാം തീയതി തന്നെ മാതാവ് കൺക്ലൂഡ് ചെയ്തു. 16-ാം തീയതി ഞങ്ങൾക്ക് ലിസ്റ്റ് ഇട്ട് തന്നു, ഇന്ന സാധനങ്ങൾ എടുക്കുന്നുണ്ട്, ഇന്ന സാധനങ്ങൾ അഡ്വാൻസിലേക്ക് വെച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ കഴിഞ്ഞ് ക്ലോസ് ചെയ്തു. അവിടുന്ന് വിത്തിൻ എ വീക്ക് അവർ ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാ സാധനങ്ങളും എടുത്തോ, കുഴപ്പമൊന്നുമില്ല, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കേസും കൂട്ടും ഒരു പ്രശ്നമില്ലാണ്ട് മാതാവ് കൂടെ നടന്നത്, സഞ്ചാരി മാതാവ് തന്നെ. അത് ആ മാതാവ് ഇടപെട്ടു. ഈശോ എന്ന് പറഞ്ഞ കാരുണ്യം വർഷിക്കുന്നതായിരുന്നു അവിടെ ഇരുന്നിട്ടുണ്ട്. ഞങ്ങൾ അത്രമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയാൻ കാരണം നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന ഓരോ സാക്ഷ്യങ്ങൾ നിങ്ങൾ പുച്ഛിച്ച് തള്ളരുത്. സമയമില്ല എന്ന് പറഞ്ഞ് പോകരുത്. നിങ്ങൾ പറയുമോ ജോലിയാണ്, തിരക്കാണ്, ജോലിയും തിരക്കുണ്ടാവും. നമ്മൾ വയ്യാണ്ട് കിടന്ന ആരും നമ്മുടെ ജോലി ചെയ്യണേ, ആരും ചെയ്യില്ല. അപ്പം നമ്മൾ യു ഹാവ് ടു ബി, അത് നമ്മളതങ്ങനെ അത് ഇനിഷ്യേറ്റീവ് എടുക്കണം. ഒരു 5 മിനിറ്റ് അത് അതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട പ്രയറും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്ത് പോകണം. 3-ാമത്തെ അനുഗ്രഹം, മാതാവിന് നന്ദി പറയാം ഈ കാര്യത്തിൽ അത്ഭുതകരമായി ഇടപെട്ടത്. 3-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മോളാണ് ബാക്കിൽ നിൽക്കുന്നത്. അവൾ കുഞ്ഞുമാവയായിരുന്ന സമയത്ത് അവൾക്ക് ഛർദി വരുമ്പോൾ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കുഞ്ഞുവാന്ന് പറഞ്ഞാൽ ഒരു 4-5 മാസമുള്ള സമയം. അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ശ്വാസത്തിൻ്റെ ഒരു മുട്ടുണ്ട്, അത് ശ്വാസം മുട്ട് ബ്ലോക്ക് ആകുമ്പോഴാണ് ഛർദ്ദിച്ച് പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ കബ വരണത്, അന്ന് ചുമയില്ല. ഞങ്ങളാകെ കൺഫ്യൂസ്ഡ് ആയത് എന്താണെന്നറിയില്ല. അങ്ങനെ ഞങ്ങളുടെ സമയത്ത് നോർത്തിലായിരുന്നു. ഞങ്ങളൊരു കപ്പൂച്ചൻ ഫാദറുണ്ട്, ഞങ്ങൾ പള്ളിയിലൊക്കെ ഡെയിലി പോകുന്ന ആൾക്കാരാണ്. കപ്പൂച്ചൻ ഫാദറിനോട് നമ്മൾ നീ കൊണ്ടായോ അച്ഛങ്ങനെ ദിവ്യബലി കഴിഞ്ഞ് വഴിക്കാൻ സക്കറായിരുന്നു. ഞങ്ങൾക്ക് ഈശോയുടെ രക്തം ഒരു സ്പൂൺ തന്നു. 1 വീക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ 1 വീക്ക് കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അതങ്ങനെ നീണ്ട 11 വർഷം അവൾ കണ്ടിന്യൂ ചെയ്തു. അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ പെട്ടെന്ന് ചുമ വരുമ്പോൾ എനിക്കറിയാം പ്രശ്നമാണെന്ന്. ചിലപ്പോൾ പാത്രത്തിലേക്ക് ശ്രദ്ധിക്കും. ഞാൻ പറയും അവൾ പോയി ശ്രദ്ധിക്കും. ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞങ്ങൾ കാണിക്കാത്ത എന്താ പറയുക, തൃശ്ശൂരും എറണാകുളത്തുള്ള നല്ല ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റിൻ്റെ ക്വാളിഫൈഡ് ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു. അവർ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്യൂർ കിട്ടും. ഇമ്മീഡിയറ്റ് ക്യൂർ വിത്തിൻ 1 അവറിലൊക്കെ ക്യൂറാവും. 2 ദിവസം കഴിഞ്ഞാൽ മെഡിസിൻ്റെ അത് കുറയണോട് കൂടിയിട്ട് വീണ്ടും, അതായത് കണ്ടിന്യൂസ് മെഡിസിൻ എടുക്കണം. ഒരു ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ നിൻ്റെ മോള്, അതായത് അന്ന് അവൾക്ക് 3 വയസ്സാണ്, നിൻ്റെ മോള് 15 വയസ്സ് വരെ കണ്ടിന്യൂസ് ഇൻഹേലർ എടുക്കുന്നത്. അത് കേട്ടപ്പോൾ ഷോക്കായി. അപ്പോൾ അതൊന്നും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളല്ല. കാരണം ഞാനും എൻ്റെ ഭാര്യ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ നിയോഗം ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടിയിലെടുത്തപ്പോൾ നിയോഗം വെച്ച്, മാതാവേ മകളുടെ അസുഖം മാറണം, അവൾക്ക് സൗഖ്യം കിട്ടണം, അവന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങളൊരു ദിവസം ഇവിടെ ഈ ചുമ കണ്ട് ഇവിടെ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി കണ്ടപ്പോൾ ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഞ്ചരിച്ച തൈലമുണ്ട്, അതുപോലെ ഉപ്പുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ തേനിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുറച്ച് ഉപ്പിട്ടിട്ട് ഇവൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിട്ട് ഇവൾ അറിഞ്ഞില്ല. ഇവളോട് ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉപ്പിട്ട് ഇവൾ ഭക്ഷണം കൊടുത്തു. ഇവൾ ഭക്ഷണം കഴിച്ചു. ചുമ വരുന്നുണ്ട്, ഛർദ്ദിക്കണില്ല. അന്നത്തെ ദിവസം കിട്ടിയതാണ് ചുമ വരുന്ന ഛർദ്ദി. അപ്പോൾ ഞാൻ വെച്ച് ചിലപ്പോൾ സാധാ ചുമയാവും. സാധാരണ 2-3 ചുമച്ച് കഴിഞ്ഞാൽ ഒറ്റ കൊട്ട് കൂട്ടും. അവളറിയാം, അവളെ ഏറ്റുപൊക്കോളും, അവൾക്കറിയാം ഛർദ്ദിക്കാൻ പറ്റുന്നത്. പക്ഷെ അവളെ എനിക്കും ഷെയർ ചെയ്യുന്നു. പക്ഷേ ഒന്നും വരുന്നില്ല പുറത്തേക്ക്. അപ്പോൾ ഞാൻ വെച്ചാൽ അത് സാധാരണ ചുമയാണെന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്തു. അത് പക്ഷേ ഞങ്ങൾ
ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ 11 വർഷം അവൾ സഹിച്ചത് ഇപ്പോൾ അവൾക്ക് ഒരു പ്രശ്നവുമില്ല. അവൾക്കിപ്പോൾ 14 വയസ്സായി, 3 വർഷമായിട്ട് ഒരു ഇഷ്യൂസും ഇല്ല, ഒരു ഛർദിയില്ല, ഒരു ചുമയില്ല. സാധാരണ നമുക്ക് അപകടം വരുമ്പോഴത്തെ ഒരു ചുമ അല്ലെങ്കിൽ ഒരു ചുമ അല്ലാത്ത ഈ ഒരു ഇഷ്യൂ അത് ദൈവം മാതാവ് ഇടപെട്ട് തന്നെ. കാരണം വെച്ചാൽ അവൾക്ക് ഇഷ്ടംപോലെ വെഞ്ചിരിച്ച തൈലം തേച്ച് നെറ്റിയമ്മ കൊടുക്കും, അതുപോലെ ഭക്ഷണത്തിൽ വെഞ്ചിരിച്ച് ഉപ്പിട്ട് കൊടുക്കും. അപ്പോൾ ഇതിനൊക്കെ വിലയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇവിടുന്ന് തരുന്ന ഓരോ ഭക്തവസ്തുക്കളും ഇറ്റ് ഹാസ് ദാറ്റ് പവർ. ആ ദൈവത്തിൻ്റെ കയ്യൊപ്പോടുകൂടി വരുന്ന സാധനങ്ങളാണ്. നിങ്ങളത് എന്താ പറയുക, ഒരു വിലയില്ലാത്ത പോലെ കാണരുത്, വിലയോടുകൂടി കാണണം. അത് ഇവിടെ വെറുതെ കാര്യങ്ങൾ നടത്തുന്നതല്ല, പവറുണ്ട് അതിന്, എല്ലാത്തിനും പവറുണ്ട്, ദൈവിക പവറുണ്ട്, ചൈതന്യം ഉണ്ട്, ഉൾക്കൊള്ളണം. അത് കഴിഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്ന് ദൈവത്തിനോട് നന്ദി പറയുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അതിന് ശേഷം പ്രാർത്ഥിക്കാനും മോൾക്ക് ഇത്തിരി കൃപ കിട്ടി. പിന്നെ 4ാമത്തെ നിയോഗം എന്ന് പറയാനുള്ളത്, എൻ്റെ ജോലി സ്ഥലത്ത് 2 വർഷമായിട്ട് എനിക്ക് ഇൻക്രിമെൻ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലർക്കും കിട്ടി, എനിക്ക് കിട്ടുന്നില്ല. ഇപ്പം ഞാനാണെങ്കിലും മാനേജർ, സെയിൽസ് മാനേജറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഓപ്പണായിട്ട് എൻ്റെ ഓണറോട് ചോദിച്ചു, വാട്ട് ഈസ് മൈ പ്രോബ്ലം, ഇഫ് ഐ ഹാവ് ഡൺ എനി പ്രോബ്ലം ഓർ ഇഫ് ഐ എം നോട്ട് സൂട്ടിങ് ഫോർ ദ പൊസിഷൻ ഓർ ദ പ്ലേസ്, പ്ലീസ് ലെറ്റ് മീ ഗോ. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, അതെ ഐ തിങ്ക് അബൌട്ട് അങ്ങനെ പുള്ളി പറയുള്ളൂ. ആൾ കമൻറ്റ് കോട്ട്, ഐ തിങ്ക് അബൌട്ട്, ലെറ്റ് യു നോ ലേറ്റർ, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ മുഷിപ്പിക്കില്ല എന്നങ്ങനെ വിടും. ഞാൻ കൂളായിട്ട് സംസാരിക്കാറുള്ളൂ. പക്ഷേ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അത് വന്ന് നിയോഗം വെച്ച് ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ 2.5 മാസം 2 വർഷമായിട്ട് ചെയ്യാത്ത കാര്യം 2.5 മാസം കൊണ്ട് 1 മാസം കൊണ്ട് ഒരു പുട്ടപ്പ് ചെയ്ത് പേപ്പർ, അത് പുട്ടപ്പ് ചെയ്തെന്നുള്ള അക്കൗണ്ട്സിൽ നിന്ന് എനിക്ക് മെസ്സേജ് കിട്ടിയിരുന്നു. എൻ്റെ പേപ്പർ എടുത്തിട്ട് എന്തോ പോസിറ്റീവായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് ഹൈഡ് ചെയ്ത് നടക്കുന്ന കാര്യമാണ്, നമ്മൾ ഇൻവോൾവ് ആകാൻ പറ്റില്ല. അപ്പോൾ ഞാനത് വെയിറ്റ് ചെയ്തു. 2.5 മാസം കൊണ്ട് അവർ ഇൻക്രിമെൻറ്റ്, എല്ലാവർക്കും കൊടുത്ത ഇൻക്രിമെൻറ്റിനേക്കാളും ഡബിളായിട്ട് എനിക്ക് ഇൻക്രിമെൻറ്റ് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ മിറാക്കിൾ. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ഒരു റീസണ് വേണ്ടിയിട്ട് സാറിൻ്റെ ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ ഉപ്പുണ്ടാവും. ഉപ്പെന്ന് പറഞ്ഞാൽ പോക്കറ്റിൻ്റെ ഏതെങ്കിലും മൂലിക്കൊരു നുള്ളുണ്ടാവുള്ളൂ. ഇപ്പോൾ 2-3 തരി, ഈ 2-3 മണൽത്തരിയുടെ വലിപ്പം മതി അത്ഭുതം നടക്കുക. ഒരു കടുമകളും വിശ്വാസം മതി എന്ന് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തുള്ളു മതി, അവിടെ അത്ഭുതം നടക്കും. അപ്പം അങ്ങനെ അത്ഭുതം നടക്കുന്ന വിശ്വാസമുണ്ട്. അത് ഇട്ടു. അവരുടെ എണ്ണ നെറ്റീമെൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. ആ നെറ്റീമ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യമായ നേരം വരെ നെറ്റീമാണ്. ഞാൻ മുഖം കഴുകണമെങ്കിൽ നെറ്റീമ തൊടില്ലേ, കാരണം ആ കുരിശവിടെ കിടക്കട്ടെ. അപ്പോൾ അത് വരയ്ക്കും ഞാൻ. അപ്പോൾ ഇതൊന്നും അവരുടെ വിസിബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങളല്ല. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ അമ്മയുടെ പ്രസൻസ് എൻ്റെ കൂടെയുണ്ട്. അത് ഇവിടെ ഉണ്ടാവട്ടെ, അന്തരീക്ഷത്തിലുണ്ടാവട്ടെ. പോസിറ്റീവായിട്ട് നടന്നു, അത്ഭുതം നടന്നു. എനിക്ക് 2.5 മാസം കൊണ്ട് കിട്ടി. ഈ 4 അനുഗ്രഹങ്ങളാണ് എനിക്ക് കാലഘട്ടത്തിൽ കിട്ടിയത്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ പേപ്പർ കിട്ടുമ്പോൾ പേപ്പർ ഞാൻ കൊടുക്കുക പൊതുസ്ഥലങ്ങളിൽ കൊടുക്കും, അതുപോലെ തന്നെ പിൽഗ്രിമേജ് ഏരിയകളിൽ പോവും. അപ്പോൾ എവിടെ പോയാലും ഞാൻ കൊടുക്കുമ്പോൾ വെറുതെ ഞാൻ കാണാറുണ്ട്. ഞാൻ ഒരു ദിവസം ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ഈ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ചെയറുമ്മ ഒരു പേപ്പർ ഇരിക്കണം, നമ്മുടെ കൃപാസനം. ഞാൻ അമ്മേനെ ഇങ്ങനെ വലിച്ചെറിഞ്ഞാരെ പോയേ. കാരണം ഈ പേപ്പർ അവിടെ വരുന്നെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോയി പോകാണ്ട് അവിടെ എത്തില്ല. ഇത്ര കാര്യങ്ങളിലൂടെ പറഞ്ഞ് ഇത്ര വിശ്വാസത്തിൻ്റെ ആഴത്തിൽ ഇത്ര മക്കൾ വന്നിട്ട് ആരാണ് ഇതേമാതിരി പേപ്പർ മേടിച്ചിട്ടെന്നുള്ള വിഷമത്തിൽ അമ്മേനെ ഞാൻ കേട്ട് വിടില്ല കേട്ടാ. ഞാൻ അതെടുത്ത് കയ്യിൽ വെച്ചു. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ആ പേപ്പർ എടുത്ത് കയ്യിൽ വെച്ചു, മടക്കി വെച്ചു. ഞാൻ ആ പേപ്പർ എടുത്ത് വെച്ച്. പിന്നെ ഞാൻ പേപ്പർ കൊടുക്കുമ്പോൾ വെറുതെ പേപ്പർ കൊടുക്കില്ല. ഇറ്റ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂഷൻ ലൈക്ക് എ നോട്ടീസ്. ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു അനുഗ്രഹ പത്രമാണ്. നമുക്കൊരു വാല്യൂ വേണം, അതിനൊരു വെയിറ്റ് വേണം. കാരണം എന്നാലും നമ്മളെ ദൈവം കാണുള്ളൂ, വിലയോടുകൂടി കാണുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ദൈവത്തിന് കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും, ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വിലയോടുകൂടി ചെയ്യണം. നമ്മളൊരു എക്സസൈസ് പോലെ ബസ് കയറി 10-15 കിലോമീറ്ററോ 10-50 കിലോമീറ്ററോളം യാത്ര ചെയ്തോടെ വന്നു, തോന്നിയ മാതിരി ചെയ്യല്ലേ ചെയ്യേണ്ടത്. നമ്മളൊരു എഫേർട്ട് എടുക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഫോർ ദ ലോങ് ടൈം. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയോട് ചെയ്യണം. ഞാൻ അപ്പോൾ ഓരോ പേപ്പറും കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പേപ്പറിലെടുക്കും. ഞാൻ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ 2 ബണ്ടിൽ 3 ബണ്ടിൽ കൊണ്ടുപോകും. ആ 3 ബണ്ടിലുണ്ടായി 3 ബണ്ടിലും ചിലപ്പോൾ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ കൊടുക്കാവുന്ന ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയാൽ അപ്പോൾ തുടങ്ങും, വിശ്വാസപ്രമാണം തുടങ്ങും. ഇപ്പോൾ 2 മണിക്കൂർ എടുക്കും, ചിലപ്പോൾ 3 മണിക്കൂർ എടുക്കും. ഈ 3 മണിക്കൂർ കണ്ടിന്യൂസ് വിശ്വാസപ്രമാണം, ചിലപ്പോൾ 80 വരെ, ചിലപ്പോൾ 100 വിശ്വാസപ്രമാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അതിൽ. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഓരോ പത്രവും ഓരോരുത്തർ മേടിക്കുമ്പോൾ അത് മകനായാലും മകളായാലും, അപ്പോൾ അമ്മ മാതാവ് അമ്മയുടെ കൃത്യശാന സാക്ഷിയായി മകളെ അല്ലെങ്കിൽ മകനെ മാറ്റണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുക. അത് അവർ കേൾക്കില്ല, അത് മനസ്സിലാവും. പക്ഷേ വിശ്വാസമാണ് അവർ കേൾക്കുക. ചിലർ തിരിഞ്ഞു നോക്കുക, ഞാൻ ഈ വഴിയിൽ നടന്നൊരു വിശ്വാസമാണ് ചെല്ലുന്നത്. പൊട്ടനാണോ ഭ്രാന്തനാണോ, അവരെന്ത് പൊട്ടനായാലും ഭ്രാന്തൻ, ഞാൻ ദൈവത്തിന് വേണ്ടി പൊട്ടനായാലും ഭ്രാന്തൻ, എനിക്കെന്താ കുഴപ്പം? ബിക്കോസ് ഐ എം വർക്കിംഗ് ഫോർ മൈ ഗോഡ് ഓർ ലോട്ട്. അപ്പോൾ എനിക്ക് അതിനുള്ളൊരു വിഷമം വേദന ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കഴുതകളെ പോലെ ആവണം മക്കളെ, എന്നാലും ദൈവം അനുഗ്രഹിക്കണം. നമ്മൾ വലിയ കോടീശ്വരന്മാരായിട്ട്, എന്ത് കോടീശ്വരനായാലും യു തിങ്ക് ദാറ്റ് നിങ്ങൾ എന്ത് ഏൺ ചെയ്താലും എന്ത് ഗെയിൻ ചെയ്യും, യു ആർ നോട്ട് ഗോയിങ് ടു വെൻ യു ആർ ലിവിങ് ദ വേൾഡ്, യു ആർ നോട്ട് ഗോയിങ് ടു ക്യാരി വെൻ യു ആർ ലിവിങ് ദ വേൾഡ്. അപ്പോൾ നമ്മളൊന്നും കൊണ്ടുവന്നില്ല, നമ്മളിവിടുന്ന് പോകുമ്പോൾ ഒക്കെ വിട്ടിട്ട് പോകും. എത്ര കോടീശ്വരൻ, എത്ര ബെൻസ് ഉണ്ടായാലും എത്ര ഓടി ഉണ്ടായാലും ഓടും കിടന്നിട്ട് വഴിയെന്നല്ലാണ്ട് നമ്മുടെ കൂടെ ഒരാളും വരില്ല. നമ്മുടെ പഞ്ചപ്പെട്ടിയിൽ നമ്മളും നമ്മുടെ ഇട്ടിരിക്കുന്ന വസ്ത്രവും. പക്ഷെ നമ്മുടെ ആത്മാവിന് അഴക്, ദൈവസന്നിധിയിൽ നമുക്ക് അഴക് വേണമെങ്കിൽ എന്ത് വേണം? ചെയ്യുന്ന ഓരോ പ്രവൃത്തി, ഒരു വിശ്വാസ പ്രമാണം അറിഞ്ഞ് ചൊല്ലാം.
അറിഞ്ഞു ചൊല്ലാം, നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരുണ്യപ്രവൃത്തികൾ ഞാൻ ഒത്തിരിയേറെ ചെയ്യാറുണ്ടായിരുന്നു, എൻ്റെ വൈഫും ചെയ്യാറുണ്ട്. ഞങ്ങൾ ചെയ്യാറുള്ളത് ഈ പത്രത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പ്രാർത്ഥനയോടുകൂടിയാണ് ചെയ്യാറ്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ആതുരാലയങ്ങൾ സന്ദർശിക്കാൻ പോകും. പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണം, പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ ഈ വഴിയോരങ്ങളിൽ ഭിക്ഷക്കാരാണ്, അവർ ഭക്ഷണത്തിന് വേണ്ടി വരുന്ന നേരത്തിന് നമ്മൾ ഭക്ഷണം വേസ്റ്റാക്കുക അല്ല. നമ്മളൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഭക്ഷണം മേടിക്കും, പകുതി വേസ്റ്റാക്കും, പകുതി തിന്നില്ല. ഒരിക്കലും ചെയ്യരുത്. അത് തിന്മയാണ്, പാപമാണ്. കിട്ടേണ്ടവർക്ക് കിട്ടാത്ത, അർഹതപ്പെട്ടവർക്ക് കിട്ടാത്തൊരവസ്ഥ നമ്മളായിട്ടുണ്ടാക്കുന്നത് വലിയ പാപമാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഭക്ഷണം വീട്ടിലുണ്ടാക്കും. ഞാനും വൈഫും കൂടി 15 പേർക്കോ 20 പേർക്കോ ഞങ്ങൾ കൈകൊണ്ട് ഭക്ഷണം വയ്ക്കും. ഞങ്ങളെ ഇലയിൽ പൊതിയും, ഞങ്ങൾ തന്നെ പോയി കൊടുക്കും. മക്കളെ കൊണ്ടുപോയില്ല, ഞങ്ങൾ തന്നെ പോയി പ്രാർത്ഥിച്ച് കൊടുക്കും. അങ്ങനെ കിട്ടുന്നവർക്ക് അനുഗ്രഹമായിട്ട് മാറണം. അപ്പോൾ അങ്ങനത്തെ കാരുണ്യപ്രവൃത്തി ചെയ്യാറുണ്ട്. പിന്നെ ചെയ്യാറുള്ളത് ഈ ഓർഫനേജിൽ പോവും. അതുപോലെ തന്നെ കുഞ്ഞുമക്കളെ, അതായത് അബോർഷൻ ചെയ്യുന്നതിന് പകരം അവർ ചെയ്യുന്ന വലിയൊരു തിന്മയാണ് കുഞ്ഞുമക്കളുണ്ടാവുക വഴിയിലിട്ടിട്ട് പോവുക. അതായത് കുഞ്ഞ് ജനിച്ചിട്ടേ, ഞങ്ങൾ പോയ സ്ഥലങ്ങളിൽ 2 ദിവസം കൊണ്ട് ജനിച്ച കുഞ്ഞു വരെ കണ്ടു. ഞങ്ങൾക്ക് വലിയ വിഷമമാണ്. അവിടെ 8, 10, 15 കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. ഒക്കെ 6 മാസത്തിന് താഴെയാണ് കുഞ്ഞു മക്കൾ. അവർ ഞങ്ങൾ കണ്ടപ്പോൾ അവരുടെ വെപ്രാളം വേദനയും കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ കരഞ്ഞു പോയി. ലിറ്ററലി വി ക്രൈഡ് ലൗഡ്ലി. കാരണം എന്താ പറയുക, ദൈവം ഇത്ര വലിയ മിറാക്കിൾസ് ദൈവം മനുഷ്യ മക്കൾ കൊടുത്തിട്ടുള്ളതാണ്, എന്ത് മക്കളെ ഉൽപ്പാദിപ്പിക്കാന്നുള്ളത്. എന്നിട്ട് ആ മക്കളെ ഒരു പഴത്തൊലിയുടെ വിലയില്ലാണ്ട് വഴിയിലിട്ട് പോകണ പോലെയല്ല ഇവരൊക്കെ. അതുകൊണ്ടല്ല ഇവർ ഓരോ വന്ന് കിടക്കണേ. അതൊക്കെ നമ്മുടെ അച്ഛന്മാരുടെ സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഞാൻ കണ്ടത്. ഞങ്ങളോടൊക്കെ പോയി സ്പെൻഡ് ചെയ്തു. കാരണം ആ കുഞ്ഞുമക്കളെടുത്ത് ഹൃദയത്തോട് ചേർക്കുമ്പോൾ ദൈവം കുറച്ച് കാശുണ്ടെങ്കിൽ പറ്റുങ്ങളൊക്കെ അഡപ്റ്റ് ചെയ്യാം, സ്വന്തം മക്കളെ പോലെ വളർത്താം. ബട്ട് ഐ എം ഹെൽപ്ലെസ്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഒരു സാഹചര്യം ദൈവത്താരാണെങ്കിൽ ഉറപ്പായിട്ട് ഇവരൊക്കെ കാര്യം ചെയ്യും. കാരണം അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. അവർക്കൊരു അപ്പൻ്റെ അമ്മേൻ്റെ സ്നേഹമല്ല കിട്ടുന്നുണ്ട്, അവിടെ കിട്ടുന്നത് ഒരു ആയയുടെയും അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ സ്നേഹം കിട്ടുന്നത്. ബട്ട് ഇഫ് ദേ ആർ വിത്ത് അസ്, ഒരു മക്കളുടെ സ്നേഹം, ഒരു അപ്പനമ്മയുടെ സ്നേഹം മക്കൾക്ക് കൊടുക്കുന്ന പോലെ അവർക്ക് കൊടുക്കാൻ പറ്റും, അവർക്ക് തിരിച്ച് ഞങ്ങൾക്ക് തരാൻ പറ്റും. കാരണം അവിടെ വളർന്നു വരുന്നവർ കുഞ്ഞും അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടേ നമുക്ക് ഈ ലോകത്തോടുള്ള വലിയ വേദന, സങ്കടം തോന്നുന്നത് ഇങ്ങനെയും തോന്നും. അപ്പോൾ അതങ്ങനത്തെ കാരുണ്യപ്രവൃത്തിയിൽ ചെയ്യാറുണ്ട്. പിന്നെ പ്രാർത്ഥന ജീവിതത്തിൽ ഒത്തിരിയേറെ വളർന്ന കാലഘട്ടം കേട്ടോ. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരടി കിട്ടി കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥന ബലൂൺ പോയ കാറ്റ് പോയ ബലൂൺ പോലെ ശൂന്യവും, അപ്പോൾ ചുങ്ങിപ്പോവും. പക്ഷേ അമ്മോട് കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ശക്തി കിട്ടി. അപ്പോൾ അടി കിട്ടുമെന്നറിയോ, ഇപ്പോൾ ഒരു കൊന്ത ചെല്ലണമെന്നുണ്ടെങ്കിൽ അന്നപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു 5 കൊന്ത കൊണ്ട് ചെല്ലാം. ഒരു കൊന്തയ്ക്ക് എത്ര മിനിറ്റ്? 20 മിനിറ്റ്. 5 കൊന്ത എത്രയത്? 100 മിനിറ്റ് അല്ലേ? അത്രേ വരണുള്ളൂ നമുക്ക്. അപ്പോൾ അത്രേ ആ സമയം ഇപ്പോൾ കോട്ടയെന്ന് ആ സമയം നമുക്ക് ദൈവം നമ്മൾ സ്വർഗത്തിലെ അതൊരു നിക്ഷേപം, ഒരു നിധി, അത് പൂർണ്ണമായി ബോധ്യമുണ്ട്. അത് നിങ്ങൾ കണ്ടോളാം. നിങ്ങളെടുക്കുന്ന ഓരോ ദൈവത്തോടുള്ള ഓരോ അറ്റാച്ച്മെൻറ്റും ഓരോ കമ്മിറ്റ്മെൻറ്റും പക്ഷെ ചെയ്യണം കേട്ടോ. ഉടമ്പടി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തീരുമാനിക്കണം, ഹൃദയം കൊണ്ട് തീരുമാനിക്കണം. വെറുതെ എഴുതിയിട്ട് കാര്യമില്ല. ഹൃദയം കൊണ്ട് തീരുമാനിച്ച് ഹൃദയത്തിൽ എഴുതി വയ്ക്കണം. ദൈവം ഞാനായിട്ട് അടുക്കും. അതുകൊണ്ട് എന്തായി പ്രാർത്ഥന ജീവിതത്തിൽ എനിക്ക് വളരാൻ പറ്റി. ഈസിയായിട്ട് വളർന്നാൽ ഇപ്പോൾ കൊന്തെത്തിക്കും. അപ്പോൾ ഒരു കൊന്തെത്തിച്ചിട്ട് ഒരു കൊന്ത എത്തിച്ചാലോ, ഒരു കൊന്ത എത്തിക്കും. അപ്പോൾ അതായത് നമ്മൾ ചായ കുടിച്ചാലും തോന്നുന്നു നമ്മൾ അറിയില്ല തമാശയ്ക്ക്. ഒരു ചായയിലേ കുടിച്ചാൽ ഇപ്പോൾ 2-3 കൊന്തയോ എത്തിക്കാമെന്ന്, അങ്ങനത്തെ രൂപമായി. ഇപ്പോൾ ബൈബിൾ വായിക്കേണ്ട കാര്യം പറഞ്ഞു, അരമണിക്കൂർ ബൈബിൾ വായിക്കണം. ബൈബിൾ വായിച്ചിട്ട് നമുക്ക് കിട്ടാൻ പോകണമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ബൈബിൾ നിങ്ങൾ വായിക്കണം. കാരണം ഓരോ പ്രവാചകന്മാരും പ്രത്യേകിച്ച് സ്ലീഹന്മാരോട് ദൈവം, നമ്മുടെ ഈശോ കുരിശിൽ പടഞ്ഞ ഈശോ, ഈസ്റ്ററിന് ഉയർത്തെഴുന്നേറ്റ ഈശോ, ആ ഈശോ പറഞ്ഞു കൊടുത്ത വാക്കുകളാണ് ദൈവവചനമാണ്. അത് ഊർജ്ജമാണ്, പവറാണ്, അന്തരീക്ഷത്തിൽ നിൽക്കും. നിങ്ങളത് വായിക്കണം. വായിക്കാമെന്നാണ് നിങ്ങൾ ഓരോ സെക്കൻഡിലും ഓരോ വചനമായിട്ട് അങ്ങനെ വായിച്ചു പോകണം. അല്ലാണ്ട് മത്തായിയുടെ ശേഷം യോഹന്നാന്റെ ശേഷം ഒന്നാം വാക്യം ആദ്യ വചനം ദൈവത്തോട് അങ്ങനെ വായിക്കരുത്. ട്രെയിനൊന്നും പോകണ്ട. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ഉണ്ടായിരുന്നു അവിടെ ഉണ്ടാവണം. ആ ഒരു ഫീലിങ്ങോടുകൂടി നിങ്ങൾ വായിക്കുമ്പോൾ അതെന്താ സമയം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണേ, ദൈവത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണേ. നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണുന്നു, നമ്മുടെ തലച്ചോറുള്ള വാക്കുകൾ ഫീഡ് ചെയ്യണു. നമ്മുടെ ശബ്ദം അന്തരീക്ഷത്തിൽ, ശബ്ദം ഊർജ്ജമാണ്. നമ്മൾ ഈ പറയുന്ന ശബ്ദങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുക. എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാൽ അത് ഊർജ്ജമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പറയേണ്ടത് ഉറക്കെ പ്രാർത്ഥിക്കാൻ, ഉറക്കെ വായിച്ച് പഠിക്കാൻ പറയേണ്ട കാര്യം എന്താ, നമ്മുടെ തലച്ചോറിൽ അന്തരീക്ഷത്തിൽ ഈ വചനം കയറുമ്പോൾ നെഗറ്റീവ് എനർജി പോകണം. അതിനാണ് ഈ വചനം വായിക്കാൻ. അരമണിക്കൂർ വായിക്കുമ്പോൾ എന്തായി, അവൻ പ്യൂരിഫൈ ചെയ്യണം. ഓരോ പ്രാവശ്യം വചനം വായിക്കുമ്പോൾ. ഈ വചനം വായിക്കുന്ന നേരത്തെ ഞാൻ ഇത്ര ഘോര പറയുന്നുണ്ടെങ്കിലും ഞാൻ തുടക്കത്തിൽ മോശമായിരുന്നു, ഭയങ്കര മോശമായിരുന്നു. 5 മിനിറ്റ് വായിക്കുമ്പോഴേക്കും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വായിക്കാം, ആ സമയം അരമണിക്കൂർ മൊബൈൽ തോണ്ടിയാലും നമുക്ക് കുഴപ്പമില്ലാന്ന്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ കാള് മാറി. അരമണിക്കൂർ മുട്ടുമെന്നിട്ട് വചനം വായിക്കണം. 30 മിനിറ്റ് 35 മിനിറ്റ് ഒന്നും നോക്കില്ല, 30 മിനിറ്റ് ആയൊന്നും നോക്കില്ല. ഞാൻ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിൽ പറയും സമയമായിട്ടാന്ന് പറയും. ഞാൻ നോക്കുമ്പോൾ 37 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിർത്തി. അപ്പോൾ അത് മുട്ടുമ്പോൾ നിന്നിട്ടാണ് 37 മിനിറ്റ്. ഇനി സമയം കാലമൊന്നുമില്ല. പിന്നലെ പഠിക്ക് പുലർച്ചെ ട്രെയിൻ, 3:30 ട്രെയിൻ. ഞാൻ വൈകുന്നേരത്തെ പണിയൊക്കെ കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് തൃശ്ശൂരെത്തി. ഞാൻ കിടക്കാൻ പോകുമ്പോൾ സമയം 1:30 മണിയാണ്. ഞാൻ പറഞ്ഞു 1:40 ഞാൻ ബൈബിൾ എടുത്തത്. 2:20 വരെ ബൈബിൾ വായിച്ചു.
ബൈബിൾ അടിച്ച് ഞാൻ നോക്കിയിട്ട് അരമണിക്കൂർ കിടന്നു. അപ്പോൾ ബൈബിൾ നമ്മളൊരു കാര്യം തീരുമാനിക്കുക, ചെയ്യും നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റാണ്ടല്ല, നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല, മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. നിനക്ക് എടുക്കാൻ പറ്റുന്ന കുരിശ ദൈവം നിനക്ക് തന്നിട്ടുള്ളതെന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ചെയ്യണം. ചെയ്യാണ്ട് റിസൾട്ട് ഉണ്ടാവില്ല. നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് റിസൾട്ട് കിട്ടും. വേറൊരു അച്ഛന്മാരെ അധ്വാനിച്ചാൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല, അത് അവർക്ക് കിട്ടും. നമ്മൾ അധ്വാനിക്കുക. അന്തോണീസ്മനാളൻ അധ്വാനിച്ചു, അന്തോണീസ് സ്വർഗത്തിൽ പോയി, അന്തോണീസ് വിശുദ്ധനായി. നമ്മൾ അധ്വാനിച്ചാൽ നമ്മൾ വിശുദ്ധരാകും. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ എനിക്ക് പറയാൻ ഇത്രയുള്ളൂ. ദൈവത്തിൻ്റെ വലിയ കൃപയാണ് ഈ ആലയം. ഇത് വളരാ എന്നുള്ളതല്ല, ഇവിടെ വരുന്ന ഓരോ മക്കളും ദൈവത്തിലേക്ക് വളരാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ ശ്രമിച്ചാൽ തന്നെ അത്ഭുതങ്ങൾ ഈ ലോകത്തിൽ നടക്കുള്ളൂ. പരിശുദ്ധ അമ്മയ്ക്കും കൃപാസന വരപ്രസാദ മാതാവിനും ഈശ്വരനും കോടാനുകോടി നന്ദി പറയാണ്. പിന്നെ ബൈബിൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ബൈബിൾ ഈ അനുഗ്രഹങ്ങൾ കിട്ടാനോ അല്ലെങ്കിൽ ഒരു കാര്യം സാധിച്ചതിന് വേണ്ടിയല്ല. ഞാൻ എഴുതിയിട്ട് എൻ്റെ ഹൃദയത്തിൽ ഞാൻ വൈഫിനോട് പറഞ്ഞു, എൻ്റെ മരണ ദിവസം എന്നാണോ അന്ന് എനിക്ക് വായിക്കാൻ പറ്റുക അന്ന് വരെ ഞാൻ അത് വായിക്കും. കാരണം എന്താ പറയുക, ദൈവവുമായിട്ടുള്ളൊരു കടപ്പാട എൻ്റെ ദൈവത്തിന് ആ 1 മണിക്കൂർ കൊടുക്കാൻ പറ്റുക, അതെനിക്ക് സ്വർഗത്തിൽ അല്ലെങ്കിൽ ഞാൻ ശുദ്ധീകരണ സ്ഥലത്തായാലും ദൈവം എന്നെ കാണുന്നുണ്ട്. ദൈവം എന്നെ കാണുന്നു, ആ ദൈവത്തെ ഞാൻ കാണുന്നുണ്ട്. അതിനാണല്ലോ ഞാൻ സ്പെൻഡ് ചെയ്യണത്. ദൈവം എന്നെ കൺസിഡർ ചെയ്യുന്നത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ കൃപാസന പ്രസാദം കോടാനുകൂടി നന്ദി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. കൊളോസ്സസ് 3:9-10 തിരുവചനങ്ങൾ. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ജോജി എന്ന സഹോദരൻ കുടുംബത്തോടൊപ്പം ചേർന്ന് പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ലഭിച്ച വലിയ നന്മകളെ സന്തോഷത്തോടെ ബോധ്യത്തോടെ ഉടമ്പടി ജീവിതത്തിൻ്റെ ബലത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരൻ ആദ്യം പറഞ്ഞത് 20 വർഷമായി സർട്ടിഫിക്കറ്റിലുള്ള തിരുത്ത് അത് നടത്തുന്നതിന് വേണ്ടി ഒത്തിരി അലഞ്ഞിട്ട് ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ട് നിരന്തരം തടസ്സങ്ങൾ വരികയും ചെയ്യാനാവാതെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഒരു വഴി തുറക്കാതെ ആകെ വർഷങ്ങൾ പോയത് സഹോദരൻ പറയുന്നുണ്ട്. അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ഒരു നുള്ളുപ്പുമായി ആദ്യം തന്നെ ഓഫീസിൽ കയറി ചെന്ന് ആ മേശപ്പുറത്ത് ഉടമ്പടി തൈലം കൊണ്ടൊരു കുരിശടയാളവും ഒരു നുള്ളുപ്പെടുത്ത് അതിൻ്റെ ആ തിണ്ണയിലും ഇട്ടിട്ട് ആ സാറിനോട് സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണോ കരങ്ങളിലുള്ള സർട്ടിഫിക്കറ്റുകൾ അത് മാത്രം ആവശ്യപ്പെടുകയും അത് സബ്മിറ്റ് ചെയ്യുവാൻ വേണ്ടി പറയുകയും അത് കൊടുക്കുമ്പോൾ 20 വർഷം നടക്കാതിരുന്നത് 15 ദിവസം കൊണ്ട് കരങ്ങളിൽ ശരിയായ സർട്ടിഫിക്കറ്റ് തിരുത്തുകളെല്ലാം വരുത്തി കിട്ടിയതിൻ്റെ സന്തോഷം സാക്ഷ്യമാണ് പങ്കുവച്ചത്. ഉടമ്പടിയുടെ പ്രത്യേകത സമയച്ചുരുക്കമാണ്. കടികാരം ഹൃദയത്തിൽ, സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ പരിശുദ്ധമ്മയാണ് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അമ്മ അത് സമയം കൃത്യമായി കാണിച്ചു തന്നുകൊണ്ട് സമയത്തിൽ ജീവിക്കണം, സമയം ചുരുക്കിത്തരും, സമയം വിലപ്പെട്ടതാണ് എന്ന സന്ദേശങ്ങളാണ് പ്രധാനമായും നമുക്കതിലൂടെ കൈമാറുന്നത്. അതുപോലെ തന്നെ ഇനി അധിക സമയമില്ല എന്ന സൂചനയും ആ സമയ ഘടികാരത്തിൽ നമുക്ക് കാണാനാവും. കാരണം സമയം തീർന്നു വരുന്നു എന്ന സൂചന പോലും ആ സമയ ഘടികാരം നമുക്ക് കൈമാറുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ജീവിതം അല്പം കൂടി ഒന്ന് ക്വാളിറ്റി ഉള്ളതാക്കുവാൻ, ജീവിതം അല്പം കൂടി മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സമയമായി എന്ന് അമ്മ മാതാവ് ഈ കാലഘട്ടത്തിൽ കൃപാസനം എന്ന ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട ലോകത്തോട് പങ്കുവെക്കുകയാണ്. സഹോദരൻ അതുകൊണ്ട് തന്നെ പറയുന്നു, ജീവിതമാകെ മാറിപ്പോയി. എനിക്ക് വിശ്വാസത്തോടു കൂടി എല്ലാവരോടും വിശ്വാസപ്രമാണം ചൊല്ലി അമ്മ നൽകുന്ന നന്മകളെ ഉറക്കെ പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. മുട്ടിൽ നിന്ന് തിരുവചനം വായിച്ചുകൊണ്ട് ദൈവികമായ പദ്ധതികളെ മനസ്സിലാക്കി ജീവിതത്തെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഒരു ജപമാല പോലും കഷ്ടിച്ചൊല്ലിയിരുന്ന എനിക്ക് 3, 4, 5 ജപമാലകൾ സന്തോഷത്തോടും ഏകാഗ്രതയോടും കൂടി ചൊല്ലുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കാരണം എൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വന്നു. കയ്യിലിരിക്കുന്ന പണമല്ല, എനിക്കുള്ള ആരോഗ്യമല്ല, മറിച്ച് ദൈവം കൃപ കൊണ്ടൊന്നും നൽകുന്നില്ലെങ്കിൽ എനിക്കുള്ളതൊന്നും എനിക്കുതകത്തില്ല. അതിൻ്റെ സാക്ഷ്യമാണ് സഹോദരൻ നമ്മോടൊന്ന് പങ്കുവെക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടുത്തുമ്പോൾ മനുഷ്യ ജീവിതത്തെ ദൈവം നിരന്തരം അനുഗ്രഹിക്കുന്നത് അനുഭവിക്കുവാനാകും. രണ്ടാമത് സഹോദരൻ സൂചിപ്പിച്ചത് അത് കടയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കട കയറി കട മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത അവസ്ഥയായി. ആ കടമുറി എടുത്ത ഉടമകൾക്ക് വാടക കൊടുക്കുവാൻ പറ്റാത്ത പ്രശ്നങ്ങളായി.
അങ്ങനെ എന്നും അവരിൽ നിന്ന് മുഖം കറുത്ത വർത്തമാനവും ആവശ്യമില്ലാത്ത രീതിയിൽ പ്രശ്നങ്ങളുമൊക്കെ തുടങ്ങുമ്പോൾ അമ്മ മാതാവിനോട് തന്നെയാണ് അതിന് പരിഹാരം ചോദിക്കുന്നത്. കൊടുക്കുവാൻ പണമില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, ഈ വിഷയമൊന്ന് പരിഹരിക്കുവാൻ വേണ്ടി സഹായിക്കണമെന്ന്. അത് സഹോദരൻ പറയുന്നുണ്ട്. നവംബർ 15 ഒരു അമ്മയുടെ സന്ദേശം 30-നുള്ളിൽ പരിഹരിക്കാനാവുന്നൊരു സന്ദേശമാണ് അമ്മയോട് ചോദിച്ചത്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക എന്ന ഉടമ്പടിയുടെ രീതിശാസ്ത്രത്തിൽ നമ്മളതിനെ പറയും. അത് ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ് മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടും അവകാശത്തോടും കൂടി ഞാൻ ചോദിച്ചാൽ എനിക്കത് അനുവദിച്ചു തരുമെന്ന പ്രത്യാശയോടെ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നത്. കുടുംബം ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് ആ സഹോദരി അത് വരുന്ന വഴിക്ക് ഉടമകൾ കാണുകയും മുഖം കറുത്ത് വർത്താനം പറയുകയും ചെയ്യുന്നു പതിവ് പോലെ. അപ്പോൾ തിരികെ കിട്ടുന്ന സന്ദേശം കൃത്യമായി പറഞ്ഞു, ഞങ്ങളുടെ സെക്യൂരിറ്റി തുക ഇവിടെ ഉണ്ടല്ലോ, അതിനകത്ത് നിറയെ ഫർണിച്ചറുമുണ്ട്, നിങ്ങൾക്ക് എത്രയാണോ വാടകയ്ക്ക് ആവശ്യമുള്ളത് അതെടുത്തിട്ട് ബാക്കി തന്നാൽ മതി. അത് അന്ന് കിട്ടിയ ഒരു സന്ദേശം കൈമാറിയതാണ്. അവരുടെ വീട്ടിൽ ഫർണിച്ചർ ആവശ്യമുണ്ടെന്നോ ഇത് പറഞ്ഞാൽ അവർ ഏക്കുമെന്നോ ഒന്നും കരുതിയില്ല. എങ്കിലും 2 ദിവസം കഴിയുമ്പോൾ യാതൊരു പ്രശ്നവുമില്ലാതെ മുഴുവൻ വിഷയങ്ങളും പരിഹരിക്കപ്പെട്ടുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഉടമ്പടിയുടെ മറ്റൊരു പ്രത്യേകതയാണ്, എത്ര ക്ലേശകാലത്തിലൂടെ കടന്നു പോകുമ്പോഴും അതിൻ്റെ യാതൊരു പോറലുമേൽക്കാതെ വിഷയങ്ങൾ ശുഭകരമാക്കി തരുന്നതിന് വേണ്ടി അമ്മ മാതാവ് കൂടെ നിൽക്കും. നമ്മൾ ഉരുകുന്ന ഉരുകലുകൾ മുഴുവനും അമ്മ അറിയുന്നുണ്ടെങ്കിൽ, അമ്മയ്ക്ക് കൊടുക്കുവാനാവും വിധം ജീവിക്കുന്നുണ്ടെങ്കിൽ അമ്മയത് നമ്മുടെ കണ്ണീരൊപ്പുക, നമ്മുടെ വേദന മാറ്റിത്തരിക. അത് കേസും പുക്കാറും വഴക്കും മോശം വാക്കുകളുമായിട്ടല്ല, ആർക്കും നഷ്ടപ്പെടാതെ, ആർക്കും നോവലില്ലാതെ പരിഹരിച്ചു തരുവാനുള്ള കൃപ അമ്മയുടെ ഉടമ്പടിയിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. അതാണ് ശുഭകരമാക്കുമെന്ന് അച്ഛൻ എപ്പോഴും ഉടമ്പടി ധ്യാനത്തിലൂടെ പങ്കുവയ്ക്കുക. ഈ സാക്ഷ്യത്തിൻ്റെ ഒരു മികവോടുകൂടി സഹോദരൻ പറയുന്നതിൻ്റെ അർത്ഥവും. മറ്റൊന്ന്, മകൾക്ക് കുഞ്ഞുനാൾ മുതലുള്ള ഛർദി, 11 വർഷത്തോളം തുടർച്ചയായിട്ടുള്ള ഛർദി. അത് എന്ത് മരുന്ന് കഴിച്ചിട്ടും മാറാത്തത് ജീവിതത്തിനൊപ്പം ഏറെ നാൾ തുടരുമെന്ന് ഡോക്ടർമാർ പറയുന്നത്. സഹോദരൻ പറഞ്ഞു, ഒരു നുള്ളുപ്പ് ഞാനത് എന്നും ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുമ്പോൾ, അത് മകൾക്ക് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ അത് ആ നാൾ മുതൽ ആ ചുമ വരുമെങ്കിലും ഛർദി നിന്നു. കഴിഞ്ഞ 3 വർഷമായി യാതൊരു പ്രയാസവുമില്ലാതെ ആരോഗ്യത്തോടെ മരുന്നൊന്നുമില്ലാതെ മകൾ ഇന്ന് ജീവിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ച് സഹോദരൻ നന്നായി നമ്മളോട് പറഞ്ഞു. അതെന്താണ്? ഇത് ഉപ്പല്ലേ? ഉപ്പിന് എന്തിരിക്കുന്നു? ഇത് തൈലമല്ലേ? തൈലത്തിൽ എന്തിരിക്കുന്നു? ഇത് തേനല്ലേ? തേൻ എന്തിരിക്കുന്നു? സംശയം ചോദിക്കുവാൻ നമുക്ക് ഒത്തിരി ഉണ്ടാകും. നമുക്കതിനെ തള്ളിക്കളയുവാൻ കാരണങ്ങളേറെ ഉണ്ടാകും. വിശ്വസിച്ചുകൊണ്ട് ഔഷധമായും അഭിഷേക തൈലമായും ജീവിതത്തിൽ ഉപകരിക്കുന്ന പ്രതിസന്ധികളെ തൂത്തുമാറ്റുന്ന ഏറ്റവും വലിയ ബലമായും നേർച്ച വസ്തുക്കളെ കാണുകയും ഉപയോഗിക്കുകയും ചെയ്താൽ അത് അതിവേഗ അനുഗ്രഹത്തിന് ദൈവസന്നിധിയിൽ നമുക്കത് കാരണമായി തീരും. അതാണ് സഹോദരൻ സാക്ഷ്യപ്പെടുത്തുക. മറ്റൊന്നുകൂടി പറഞ്ഞു, അത് ഒത്തിരി നാളായി ജോലി ചെയ്യുന്നു, ഇൻക്രിമെൻ്റ് കിട്ടുന്നില്ല. മാനേജർ എന്ന പേരൊക്കെ ഉണ്ടെങ്കിലും ഗാന്ധിയുടെ രൂപത്തിൽ പ്രയോജനമൊന്നുമില്ല. പഴയ തുക തന്നെ നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി വർഷം കഴിഞ്ഞിട്ടും മാറ്റമില്ല. അതും ചോദിക്കുമ്പോൾ സോപ്പിട്ട് വിടുന്നതല്ലാതെ കാര്യമായിട്ടൊന്നും കൊടുക്കുന്നുമില്ല. അപ്പോഴാണ് അവസാനം അമ്മ മാതാവിൻ്റെ ഉപ്പ് കൊണ്ടുവന്ന് ആ ഓണറിൻ്റെ മുറിയിൽ 1-2 നുള്ളിട്ടിട്ട് പറഞ്ഞു, 1-2 നുള്ളു മാത്രം, 1-2 നുള്ളിട്ടിട്ട് ഓണറോട് സംസാരിച്ചിട്ട് തിരികെ പോയിരുന്നു. എല്ലാവർക്കും കൊടുത്തതിൻ്റെ ഇരട്ടി ഇൻക്രിമെൻ്റ് കൊടുത്തുകൊണ്ട് അമ്മ മാതാവ് കിട്ടാതിരുന്നത് മുഴുവനും ഒരു കടവുമില്ലാതെ കുടുംബത്തിന് നൽകിക്കൊണ്ട് ഞാൻ കൂടെയുണ്ട്, നീ നടക്കുകയെന്ന് ആ കുടുംബത്തോട് പറഞ്ഞ സംസാരമാണ് കേട്ടത്. എങ്ങനെയാണ് പ്രേക്ഷിത പ്രവർത്തനം, എങ്ങനെയാണ് കാരുണ്യ പ്രവർത്തനം, എത്ര സുന്ദരമായിട്ടാണ് സഹോദരൻ പറഞ്ഞത്. ഇത് എൻ്റെ അമ്മ മാതാവിൻ്റെ, എൻ്റെ ദൈവത്തിൻ്റെ വചനത്തെ പങ്കുവയ്ക്കുവാൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങൾ എല്ലാം പ്രയോജനപ്പെടുത്തുമ്പോൾ എൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ളതൊക്കെയും എനിക്ക് അമ്മ മാതാവ് ചേർത്ത് തരുന്നു. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. സാക്ഷ്യത്തിൻ്റെ ചുരുക്കം നമുക്കിതിങ്ങനെ പറയാനാവും.
ദൈവമഹത്വം ദർശിച്ചുകൊണ്ട് ജീവിക്കുന്ന കുടുംബം ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഞങ്ങൾ ഉടമ്പടിയിലാണ് ഞങ്ങളുടെ കുടുംബം സംരക്ഷിക്കപ്പെടുന്നു, ഞങ്ങൾ ഉടമ്പടിയിലാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു, ഞങ്ങൾ ഉടമ്പടിയിലാണ് ഞങ്ങളെ കൈവിടാതെ അമ്മ മാതാവും തിരുക്കുമാരനും ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടത്തുന്നു. ഈ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.